എന്താണ് ഈ വാഴ? ഒന്നിനും കൊള്ളാത്തത് എന്നുള്ളതാണല്ലോ. അപ്പം ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ളതിൻ്റെ ഒരു പര്യായമായിട്ട് വാഴ വരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, പരിസരത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ, വീട്ടിൽ, സൗഹൃദ വലയത്തിലൊക്കെയുള്ള വാഴകളാകേണ്ടി വന്ന ഒരുപാട് പരാജയപ്പെട്ട ജീവിതങ്ങളെ അവർ കേന്ദ്രസ്ഥാനത്ത് കൊണ്ടുവരുന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വാഴ 1 ആണെങ്കിലും 2 ആണെങ്കിലും രണ്ടിൻ്റെയും ഒരു പ്രസക്തി എന്ന് പറയുന്നത്. പരാജയപ്പെട്ടവനും കഥകളുണ്ട് എന്നുള്ളതാണ്. വാഴയ്ക്കുമുണ്ട് കഥ പറയാൻ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരിലും ഒരു പരാജയപ്പെട്ട മനുഷ്യരുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് വിചാരിക്കുകയാണ്, ഞാൻ വിജയിച്ച ഒരാളാണ് എന്ന് വിചാരിക്കുമ്പോൾ, വിജയിച്ച ഒരാളാണെന്ന് തന്നെ വെക്കുക. അപ്പോഴും എന്നിലുള്ളിൽ പരാജയത്തിൻ്റെ ഒട്ടേറെ അടരുകളുണ്ട്, ഒരുപാട് എലമെൻറ്റുകളുണ്ട്, ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ പരാജയപ്പെട്ടവൻ്റെ ഒരു കഥ കാണാൻ, കഥ കേൾക്കാൻ സ്വാഭാവികമായിട്ടും എന്നിലെ പരാജിതന് വലിയ താല്പര്യം ഉണ്ടാവും. അതാണ് ശരിക്കും ഈ വാഴയുടെ വിജയത്തിൻ്റെ പുറകിലുള്ളത്. പലതരത്തിൽ ജീവിതത്തിൽ ചമ്മിപ്പോയ, ക്രിഞ്ചടിച്ച, തോറ്റുപോയ, വഴുതിപ്പോയ, ഇങ്ങനെ പരിഹാസ്യനായിപ്പോയ സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങളെ അവർ അതിനെ വളരെ റെസ്പെക്റ്റ്ഫുൾ പൊസിഷനിൽ വെച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം. 2-ാം വാഴയിലെത്തുമ്പോൾ കുറച്ചും കൂടെ റാഡിക്കലായ വാഴയാണ് അതിനകത്തുള്ളത് കേട്ടോ. അവർ കുറച്ചും കൂടെ വോക്കലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒന്നിലുള്ള അത്ര വിനയം 2-ാം വാഴയ്ക്കില്ല. ഈ കുറച്ചും കൂടെ റാഡിക്കലായ വാഴയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വാഴക്കഥ വിജയിക്കും. 1-ാം വാഴ വിജയിച്ചത്, 2-ാം വാഴ വിജയിച്ചത് അതുകൊണ്ടാണ്. ഇനി പെൺവാഴകൾ അവരവരുടെ കഥ പറയുകയാണ്, അല്ലെങ്കിൽ അവരുടെ കഥയാണ് ഇവർ പറയാൻ പോകുന്നതെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതും വിജയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, സാധാരണഗതിയിൽ ആൺകുട്ടികളെയാണ് ഈ വാഴകൾ എന്ന് പറഞ്ഞ് പൊതുവെ അവതരിപ്പിക്കുന്നത്. അപ്പം പെൺവാഴകളുടെ വിഷമങ്ങൾ കാണാനും സ്വാഭാവികമായി കാലത്ത് പെൺവാഴകളുണ്ട്. പഴയ കാലത്ത് പെൺവാഴ എന്ന് പറഞ്ഞ പ്രയോജന പ്രസക്തിയില്ല. എല്ലാവരും കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നതും. കരിയർ അവരുടെ ഓപ്ഷനാണ്. ഇന്ന് അങ്ങനെയല്ല. കരിയറാണ് പെൺകുട്ടികളുടെ പ്രധാന ഓപ്ഷൻ. അപ്പോൾ കരിയറിലുണ്ടാകുന്ന പരാജയങ്ങൾ, അത് തിരഞ്ഞെടുക്കുന്നില്ല പരാജയങ്ങൾ, പ്രേമം തിരഞ്ഞെടുക്കുന്നില്ല പരാജയങ്ങൾ, ഇതൊക്കെ സ്ത്രീകൾ കൂടി ബാധകമാണല്ലോ. അപ്പോൾ ആൺവാഴകളെ സംബന്ധിച്ച് പ്രേമം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രേമിക്കാൻ പെണ്ണില്ല. ഞാൻ അതിനേക്കാൾ കൗതുകത്തോടെ കാണുന്നത് ഇതിൽ വാഴ 1-ലും 2-ലും വാഴകളുടെ മാത്രമല്ല, ഈ വാഴകളെ നട്ട രക്ഷിതാക്കളുടെ ആദികളും അവരുടെ കൺഫ്യൂഷനാണല്ലോ. ഈ പെൺവാഴകളുടെ രക്ഷിതാക്കൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിൽ അതിനെ കുറച്ചും കൂടെ കൗതുകകരമായിരിക്കും എനിക്ക് തോന്നുന്നു.